ഹലോ ഫ്രണ്ട്സ്, വെൽക്കം ടു ജസ്റ്റ് ക്രിയേറ്റീവ് വേൾഡ്. ഇന്നത്തെ റെസിപ്പി നല്ല ടേസ്റ്റി ആയിട്ടുള്ള ഇഡ്ഡലി എങ്ങനെ ഉണ്ടാക്കാമെന്നുള്ളതാണ്. നല്ല തണുപ്പുള്ള കാലാവസ്ഥയിലും ഇതുപോലെ ചെയ്താൽ ഇഡ്ഡലി മാവ് പെട്ടെന്ന് തന്നെ പൊങ്ങി വരും. അപ്പോൾ അതിനുള്ള കുറച്ച് ടിപ്സായിട്ടാണ് ഞാൻ വന്നിട്ടുള്ളത്. ഒരുപാട് പേര് പറയാറുണ്ട് ഇഡ്ഡലി മാവ് ഉണ്ടാക്കിയിട്ട് അത് പൊങ്ങി വന്നില്ല, ഇഡ്ഡലി ഹാർഡായി എന്നൊക്കെ. അപ്പോൾ അങ്ങനെയുള്ളവർക്ക് വേണ്ടിയിട്ടുള്ള കുറച്ച് ടിപ്സും കൂടെ ഞാൻ ഇതിനകത്ത് പറയുന്നുണ്ട്. ഇതേപോലെ ചെയ്തു കഴിഞ്ഞാൽ നമ്മൾ സാധാരണ യൂസ് ചെയ്യുന്ന റേഷനരി വെച്ച് തന്നെ നല്ല സോഫ്റ്റ് ആയിട്ടുള്ള ഇഡ്ഡലി നമുക്ക് ഉണ്ടാക്കിയെടുക്കാൻ പറ്റും. ഇത് കാണുമ്പോൾ തന്നെ അറിയാം നല്ല സോഫ്റ്റ് ആയിട്ടുള്ള ഇഡ്ഡലിയാണ് നമ്മൾക്ക് കിട്ടിയിട്ടുള്ളത്. ഇഡ്ഡലി റൈസിൻ്റെ ഒന്നും ആവശ്യമില്ല, സാധാരണ പച്ചരി തന്നെ മതി ഇത് ഉണ്ടാക്കാനായിട്ട്. കുറച്ച് കാര്യങ്ങൾ മാത്രം ശ്രദ്ധിച്ചാൽ മതി. അതും കൂടെ ഞാൻ ഈ വീഡിയോയിൽ പറയുന്നുണ്ട്. അപ്പോൾ നമ്മൾക്ക് നോക്കാം ഇതെങ്ങനെയാണ് ഉണ്ടാക്കുന്നതെന്നുള്ളത്. അതിനായിട്ട് 2 കപ്പ് പച്ചരിയാണ് ഞാൻ എടുത്തിട്ടുള്ളത്. നിങ്ങൾക്ക് വേണമെന്നുണ്ടെങ്കിൽ ഗ്ലാസ് എടുക്കാം. അപ്പം അതേ ഗ്ലാസ്സിൽ തന്നെ ഉഴുന്നും കൂടെ എടുക്കണം. 2 കപ്പ് പച്ചരിക്ക് 1 കപ്പ് ഉഴുന്നാണ് വേണ്ടത്. ഉഴുന്നെടുക്കുമ്പം നല്ല ക്വാളിറ്റിയുടെ ഉഴുന്നെടുക്കാൻ ശ്രദ്ധിക്കുക. എന്നാലാണ് നമ്മൾക്ക് ഇഡ്ഡലി നല്ല സോഫ്റ്റായിട്ട് കിട്ടുക. അതേപോലെ തന്നെ നല്ല വെള്ള കളറും ഉണ്ടായിരിക്കും. അപ്പം അതും കൂടെ ശ്രദ്ധിക്കുക. പച്ചരി എടുത്ത അതേ കപ്പിൽ തന്നെയാണ് ഞാൻ 1 കപ്പ് ഉഴുന്നെടുത്തിട്ടുള്ളത്. ഇനി പച്ചരി ഒരു 5-6 പ്രാവശ്യം നമ്മൾക്ക് കഴുകിയെടുക്കണം. ഉഴുന്ന് 2 പ്രാവശ്യം മാത്രം കഴുകിയാൽ മതി. ഇഡ്ഡലിയുടെ സോഫ്റ്റ്നെസ് കുറയാതിരിക്കാൻ വേണ്ടിയിട്ടാണ് ഉഴുന്ന് ഒരുപാട് പ്രാവശ്യം കഴുകണ്ടെന്ന് പറയുന്നത്. അപ്പം ഞാനിവിടെ 2 പ്രാവശ്യം കഴുകിയിട്ടുള്ളൂ. പച്ചരി 5 പ്രാവശ്യം കഴുകിയിട്ടുണ്ട്. ഇനി ഇതിനകത്ത് നല്ല വെള്ളമാണ് ഒഴിച്ചു കൊടുക്കുന്നത് കുതിരാനായിട്ട്. അതായത് നമ്മൾ കുടിക്കാനൊക്കെ യൂസ് ചെയ്യുന്ന അതേ വെള്ളമാണ് ഞാൻ ഒഴിച്ചു കൊടുക്കുന്നത്. കാരണം ഉഴുന്ന് കുതിർത്ത അതേ വെള്ളം തന്നെയാണ് നമ്മൾ അരയ്ക്കാനും യൂസ് ചെയ്യുന്നത്. അരി കുതിർത്ത വെള്ളം നമ്മൾക്ക് ആവശ്യമില്ല, ഉഴുന്ന് കുതിരാനിട്ട വെള്ളം മാത്രമേ നമ്മൾക്ക് ആവശ്യമുള്ളൂ. അതുകൊണ്ട് ഒരുപാട് വെള്ളം ഉഴുന്നിലോട്ട് ഒഴിച്ചു കൊടുക്കരുത്. ഞാനിവിടെ കുറച്ച് വെള്ളം ഒഴിച്ചു കൊടുത്തിട്ടുള്ളൂ. ഇനി ഉഴുന്നിനകത്തോട്ട് തന്നെ 1/4 ടീസ്പൂൺ ഉലുവയും കൂടി ഇട്ട് കൊടുക്കുന്നുണ്ട്. അതും കൂടി ഇട്ട് കൊടുത്ത് ഒന്ന് ഇളക്കി വയ്ക്കുക. ഇനി ഞാനിവിടെ ഉഴുന്ന് ഫ്രിഡ്ജിനകത്തോട്ടാണ് എടുത്ത് വെക്കുന്നത്. അരി ഇപ്പം തന്നെ ഫ്രിഡ്ജിനകത്തോട്ട് വെക്കുന്നില്ല, 6 മണിക്കൂർ കുതിർക്കാൻ വയ്ക്കണം. അപ്പം 5 മണിക്കൂർ പുറത്ത് വെച്ചതിന് ശേഷം അവസാനത്തെ 1 മണിക്കൂർ മാത്രം ഞാൻ ഫ്രിഡ്ജിനകത്തോട്ട് വെക്കുന്നുള്ളൂ. ആദ്യമേ തന്നെ പുറത്താണ് അരി വെക്കുന്നത്. ഇപ്പം ഉഴുന്ന് മാത്രമാണ് ഫ്രിഡ്ജിനകത്തോട്ട് എടുത്ത് വെച്ചിട്ടുള്ളത്, അരി പുറത്താണ് ഇരിക്കുന്നത്. ഏതാണ്ട് 5 മണിക്കൂർ കഴിഞ്ഞപ്പം അരിയും കൂടെ ഞാൻ ഫ്രിഡ്ജിനകത്തോട്ട് എടുത്ത് വെച്ചിട്ടുണ്ട്. ഇനി 1 മണിക്കൂറും കൂടെ വെക്കുന്നുള്ളൂ. അതിനുശേഷം നമ്മൾക്കിതൊന്ന് അരച്ചെടുക്കണം. അരച്ചെടുക്കുന്ന സമയത്ത് ഐസ് ക്യൂബ്സ് നമ്മൾക്ക് ആവശ്യമുണ്ട്. അപ്പോൾ അതും കൂടെ നേരത്തെ തന്നെ സെറ്റാക്കി വെക്കണം. ഇപ്പം 6 മണിക്കൂറായിട്ടുണ്ട്. ഉഴുന്ന് നല്ലപോലെ കുതിർന്ന് വന്നിട്ടുണ്ട്. ഇനി ഉഴുന്ന് കുതിരാനിട്ട വെള്ളം ഞാൻ വേറൊരു പാത്രത്തിനകത്തോട്ട് ഒഴിച്ചു വെക്കുന്നുണ്ട്. ഇത് നമ്മൾക്ക് ആവശ്യമുള്ളപ്പം ഒഴിച്ചു കൊടുക്കാനാണ്. അതായത് ഐസ് ക്യൂബ്സ് ഇട്ട് കൊടുത്തതിന് ശേഷം വീണ്ടും വെള്ളം വേണം എന്ന് തോന്നിക്കഴിഞ്ഞാൽ ഈ വെള്ളം വേണം യൂസ് ചെയ്യാനായിട്ട്. അപ്പം മിക്സിയുടെ ഒരു ജാറെടുത്ത് അതിനകത്തോട്ട് ഉഴുന്നാണ് ആദ്യമേ തന്നെ ഇട്ട് കൊടുത്തിട്ടുള്ളത്. അതിൻ്റെ ഒപ്പം തന്നെ 2 ഐസ് ക്യൂബ്സും കൂടി ഇട്ട് കൊടുക്കുന്നുണ്ട്. എന്നിട്ട് നമ്മൾക്കിത് നന്നായിട്ടൊന്ന് അരച്ചെടുക്കണം. ഉഴുന്ന് നല്ലപോലെ അരച്ചെടുക്കണം, തീരെ തരിയൊന്നും പാടില്ല. ഞാനിവിടെ ഉഴുന്ന് അരച്ചെടുക്കുന്നുണ്ട്. ഉഴുന്നും അരിയും തനിയെ അരയ്ക്കുന്നതാണ് നല്ലത്. അപ്പം ആദ്യമേ തന്നെ ഉഴുന്ന് അരച്ച് വന്നിട്ടുണ്ട്, നല്ലപോലെ അരഞ്ഞിട്ടുണ്ട്. ഇനി ഇതൊരു പാത്രത്തിനകത്തോട്ട് മാറ്റി വയ്ക്കുക. ഉഴുന്ന് അരയ്ക്കുമ്പം മിക്സി ഒരുപാട് ചൂടാകാതിരിക്കാൻ വേണ്ടിയിട്ടാണ് നമ്മൾ ഐസ് ക്യൂബ്സ് ഇട്ട് കൊടുക്കുന്നത്. കാരണം മിക്സി ചൂടായി കഴിഞ്ഞാൽ ഉഴുന്ന് പൊങ്ങി വരത്തില്ല, ഉഴുന്നിൻ്റെ കളറും മാറിപ്പോവും. മിക്സി ഒരുപാട് ചൂടാകുമ്പോൾ പിന്നെ ഇഡ്ഡലി ശരിയാവത്തില്ല, ഉഴുന്ന് പൊങ്ങി വരത്തില്ല, നല്ല കളറും കിട്ടത്തില്ല. അപ്പം ഇത് പ്രത്യേകം ശ്രദ്ധിക്കുക. ഇനി നമ്മൾക്ക് അരിയാണ് അരച്ചെടുക്കാനുള്ളത്. അരി കുതിർക്കാനിട്ട വെള്ളം നമ്മൾക്ക് ആവശ്യമില്ല. അപ്പം വെള്ളം നല്ലപോലെ ഊറ്റി കളഞ്ഞതിന് ശേഷം വേണം അരി മിക്സിക്കകത്ത് ഇട്ട് കൊടുക്കാനായിട്ട്. ഇനി നമ്മൾക്ക് ഇതിനകത്തും ഐസ് ക്യൂബ്സ് ഇടുന്നുണ്ട്. 2-3 ഐസ് ക്യൂബ്സ് ഇടുക. ഇതിൻ്റെ ഒപ്പം തന്നെ ഞാൻ 1/2 കപ്പ് ചോറും കൂടി ഇടുന്നുണ്ട്. ഇപ്പം ഗ്ലാസ്സിനകത്താണ് അരിയും ഉഴുന്നും എടുത്തതെങ്കിൽ അതേ ഗ്ലാസ്സിൽ തന്നെ 1/2 കപ്പ് ചോറും കൂടി എടുക്കുക. ഇനി ഇതിനകത്തും ഞാൻ 3 ഐസ് ക്യൂബ്സാണ് ഇട്ട് കൊടുത്തിട്ടുള്ളത്. ബാക്കി വെള്ളം ഒഴിച്ചു കൊടുക്കുന്നത് നമ്മൾ ഉഴുന്ന് കുതിരാനിട്ട വെള്ളം മാറ്റി വെച്ചിട്ടുണ്ടായിരുന്നു, ആ വെള്ളമാണ് ഒഴിച്ചു കൊടുക്കുന്നത്. അരി അരയ്ക്കുമ്പം ഒരുപാട് ഫൈൻ പേസ്റ്റായിട്ട് അരയ്ക്കരുത്, കുറച്ച് തരിയോടെ വേണം അരയ്ക്കാനായിട്ട്. ഉഴുന്ന് നല്ല ഫൈൻ പേസ്റ്റായിട്ട് തന്നെ അരച്ചെടുക്കണം. ഇപ്പം അരിയും അരച്ചെടുത്ത് വന്നിട്ടുണ്ട്. ഇനി ഇത് അതേ പാത്രത്തിലോട്ട് തന്നെ ഒഴിച്ചു കൊടുക്കുക. ഇനി നമ്മൾക്കിത് നല്ല പോലെ ഒന്ന് മിക്സാക്കി എടുക്കണം. ഈ സമയത്ത് തന്നെ നമ്മൾക്ക് ഉപ്പും കൂടി ഇട്ട് കൊടുക്കാം. ഉപ്പും കൂടി ഇട്ട് കൊടുത്തതിന് ശേഷം കൈ വെച്ച് തന്നെ നല്ല പോലെ കുഴച്ചെടുക്കുക. എല്ലാ ഭാഗത്തേക്കും ഉപ്പൊക്കെ മിക്സ് ആവണം. അതേപോലെ തന്നെ അരിയും ഉഴുന്നും നല്ലപോലെ മിക്സ് ആയിട്ടിരിക്കണം. അതുകൊണ്ട് കൈ വെച്ച് തന്നെ കുഴച്ചെടുക്കണം. നമ്മൾ എത്രമാത്രം കുഴയ്ക്കുന്നോ അത്രയും സോഫ്റ്റായിട്ട് തന്നെ നമ്മൾക്ക് ഇഡ്ഡലി കിട്ടുകയും ചെയ്യും. അതുകൊണ്ട് ഞാനിവിടെ കുറച്ച് നേരം കുഴച്ചെടുക്കുന്നുണ്ട്. എല്ലാ ഭാഗത്തേക്കും അരിയും ഉഴുന്നും ഉപ്പും കൂടെ മിക്സ് ആവണം. നല്ലപോലെ കുഴച്ചെടുത്തിട്ടുണ്ട്. ഇനി വേറൊരു കാര്യം ശ്രദ്ധിക്കാനുള്ളത്, 2-3 ദിവസത്തേക്ക് ഒരുമിച്ച് അരച്ച് വെക്കുന്നവരാണെങ്കിൽ
ആദ്യമേ തന്നെ ഉപ്പിട്ട് കൊടുക്കരുത്. അരിയും ഉഴുന്നും കൂടെ അരച്ചതിന് ശേഷം നല്ലപോലെ മിക്സാക്കി എടുക്കുക. എന്നിട്ട് കുറച്ച് പോർഷൻ മാറ്റി വയ്ക്കുക. അതായത് ഒരു ദിവസത്തേക്കുള്ളത് മാത്രം എടുത്തിട്ട് അതിനകത്ത് ഉപ്പിട്ട് കൊടുക്കുക. ഉപ്പിട്ട് കൊടുത്തു കഴിഞ്ഞാൽ പെട്ടെന്ന് ഇത് പുളിച്ചു പോവും. അപ്പം രണ്ടാമത്തെ ദിവസം ഇഡ്ഡലി ഉണ്ടാക്കുമ്പോൾ അത്രയും ശരിയാവത്തില്ല. അതുകൊണ്ട് ഒരു ദിവസത്തേക്കുള്ളതിൽ മാത്രം ഉപ്പിട്ട് കൊടുക്കുക. മറ്റേതിനകത്ത് നമ്മൾ എടുക്കുന്ന സമയത്ത് പിന്നെ ഉപ്പിട്ട് കൊടുത്താൽ മതി. ഇനി നമ്മൾ അരച്ചു കൊടുത്ത മാവ് ഇതേപോലെ കുറച്ച് പൊക്കുള്ള പാത്രത്തിനകത്തോട്ട് ഞാൻ ഒഴിച്ചു കൊടുക്കുന്നുണ്ട്. അതായത് നമ്മളിത് കുക്കറിനകത്തോട്ട് ഇറക്കി വെക്കാൻ പോവാണ്. അപ്പം അതിനകത്ത് കൊള്ളുന്ന ഒരു പാത്രം വേണം എടുക്കാനായിട്ട്. ഇനി ഇതേപോലെ കുറച്ച് വലിയൊരു കുക്കറാണ് ഞാൻ എടുത്തിട്ടുള്ളത്. അതിനകത്ത് ഒരു തട്ട് വെച്ചിട്ടുണ്ട്. ഇനി ഫ്ലെയിം ഓൺ ചെയ്തിട്ടുണ്ട് ആദ്യമേ തന്നെ. അതിനുശേഷം കുറച്ച് ചൂടുവെള്ളമാണ് ഒഴിച്ചു കൊടുക്കുന്നത്. ഒരുപാട് തിളയ്ക്കുന്ന വെള്ളമല്ല ഒഴിച്ചു കൊടുക്കുന്നത്. നമ്മളുടെ കൈ തൊടാൻ പറ്റുന്ന രീതിയിലുള്ള മീഡിയം ചൂടുവെള്ളമാണ് ഒഴിച്ചു കൊടുക്കുന്നത്. അതേപോലെ ഈ തട്ട് മുങ്ങിപ്പോവരുത്. തട്ട് കുറച്ച് പൊങ്ങി വേണം നിൽക്കാനായിട്ട്. ഇനി നമ്മൾ മാവ് അരച്ച പാത്രം നേരെ ഇതിനകത്തോട്ട് ഇറക്കി വെക്കുകയാണ്. അപ്പം ഈ പാത്രം വെള്ളത്തിനകത്ത് മുട്ടത്തില്ല. അതിനാണ് തട്ട് കുറച്ച് പൊങ്ങി നിൽക്കാൻ പറഞ്ഞത്. ഇനി നമ്മൾക്ക് കുക്കർ അടച്ചു കൊടുക്കാം. ഇനി നമ്മൾക്ക് ഫ്ലെയിം ഓഫ് ചെയ്ത് കൊടുക്കാം. അതിനുശേഷം കുക്കർ അടച്ചു വയ്ക്കാം. കുക്കർ അടച്ചു വെച്ചിട്ട് 6 അല്ലെങ്കിൽ 8 മണിക്കൂർ വെയിറ്റ് ചെയ്യാം. അപ്പോഴത്തേക്കും ഇത് നല്ല പോലെ പൊങ്ങി വന്നിട്ടുണ്ടായിരിക്കും. ഇപ്പം 6 മണിക്കൂർ കഴിഞ്ഞിട്ടുണ്ട്. ഞാനിവിടെ കുക്കറൊന്ന് തുറന്നു നോക്കാൻ പോവാണ്. ഇത് പൊങ്ങി വന്നിട്ടുണ്ടോ എന്നുള്ളത് നമുക്ക് നോക്കാം. നമ്മൾ മാവ് അരയ്ക്കുമ്പം ഒരുപാട് നിറച്ച് വെക്കരുത്. കാരണം ഇത് പൊങ്ങി വന്നു കഴിഞ്ഞാൽ പിന്നെ കുക്കറിനകത്തോട്ടെല്ലാം ഇത് മാവ് പോവും. ഇതിപ്പോൾ നല്ല പോലെ പൊങ്ങി വന്നിട്ടുണ്ട്. നമ്മൾ അരച്ച് വയ്ക്കുമ്പം ഇത്രയൊന്നും ഉണ്ടായിരുന്നില്ല. ഇപ്പം നന്നായിട്ട് പൊങ്ങി വന്നിട്ടുണ്ട്. നല്ല പോലെ പതഞ്ഞു വന്നിട്ടുണ്ട് ഉള്ളിലൊക്കെ. ഇതേപോലത്തെ മാവ് വെച്ച് ഇഡ്ഡലി ഉണ്ടാക്കി കഴിഞ്ഞാൽ നല്ല സോഫ്റ്റ് ആയിരിക്കും, ഒരു സംശയവുമില്ല. അപ്പം ഇനി നമ്മൾക്ക് ഇഡ്ഡലി ഉണ്ടാക്കാൻ സ്റ്റാർട്ട് ചെയ്യാം. ഞാനിവിടെ ഇഡ്ഡലി പാത്രം അടുപ്പത്ത് വെച്ചിട്ടുണ്ട്. ഇനി ആ ഇഡ്ഡലി തട്ടിനകത്ത് ഞാൻ നല്ലെണ്ണയാണ് തേച്ച് കൊടുത്തിട്ടുള്ളത്. നല്ലെണ്ണ തേച്ച് കൊടുക്കുമ്പോഴാണ് ഇഡ്ഡലി പെട്ടെന്ന് തന്നെ നമ്മൾക്ക് വിട്ട് കിട്ടുക. പിന്നെ ഇനിയൊരു കാര്യമുള്ളത്, ഇഡ്ഡലി തട്ട് നല്ലപോലെ ചൂടായതിന് ശേഷമേ നമ്മൾ ഇഡ്ഡലി മാവ് ഒഴിച്ചു കൊടുക്കാൻ പാടുള്ളൂ. 2 ട്രിപ്പ് ഒരുമിച്ച് വെക്കുന്നവരാണെങ്കിൽ അങ്ങനെ വെക്കാം. ഞാനിപ്പം ഒരു ട്രിപ്പേ ഇതിപ്പം കാണിക്കാൻ വേണ്ടി വെക്കുന്നുള്ളൂ. അപ്പം ഇതിനകത്ത് ഇതേപോലെ ഇഡ്ഡലി ഒഴിച്ചു കൊടുത്തതിന് ശേഷം ഇനി നമ്മൾക്കിത് 10 മിനിറ്റ് ഹൈ ഫ്ലെയിമിൽ വെച്ചിട്ട് വേണം വേവിക്കാനായിട്ട്. ഒരുപാട് ലോ ഫ്ലെയിം ആക്കിയാലും ഇഡ്ഡലി ഹാർഡായി പോവും. അതുകൊണ്ട് ഹൈ ഫ്ലെയിമിൽ വെച്ച് 10 മിനിറ്റ് വേവിച്ചാൽ മതി. 10 മിനിറ്റിൽ കൂടിക്കഴിഞ്ഞാലും ഇഡ്ഡലി ഹാർഡാവും. ഇപ്പം 10 മിനിറ്റ് കഴിഞ്ഞപ്പം ഞാൻ ഫ്ലെയിം ഓഫ് ചെയ്തിട്ടുണ്ട്. ചൂടോടെ തന്നെ ഇഡ്ഡലി തട്ടുന്ന എടുക്കാൻ നോക്കരുത്. അപ്പോഴും ഇഡ്ഡലി പൊട്ടിപ്പോവും. കുറച്ച് നേരം ഒന്ന് ചൂടാറിയതിന് ശേഷം വേണം നമ്മൾ ഇഡ്ഡലി എടുക്കാനായിട്ട്. ഇത് കാണുമ്പോൾ തന്നെ അറിയാം നല്ല പോലെ പൊങ്ങി വന്നിട്ടുണ്ട് ഇഡ്ഡലി. നല്ല സോഫ്റ്റ് ആയിട്ടാണ് നമ്മൾക്ക് കിട്ടിയിട്ടുള്ളത്. ഇപ്പം കുറച്ച് ചൂടൊന്ന് പോയിട്ടുണ്ട്. ഞാനിവിടെ ഇഡ്ഡലി എടുക്കുന്നുണ്ട്. ഇതിനകത്തുനിന്ന് ഒരെണ്ണം ഒന്ന് പൊട്ടിച്ച് കാണിക്കുന്നുണ്ട്. ഒരുപാട് പേര് പറയാറുണ്ട് തണുപ്പ് കാരണം ഇഡ്ഡലി പൊങ്ങി വന്നില്ല, ഹാർഡായി എന്നൊക്കെ. അപ്പം അങ്ങനെയുള്ളവരൊക്കെ ഈ മെത്തേഡ് ഒന്ന് ട്രൈ ചെയ്യുക. മാവ് അരച്ചതിന് ശേഷം കുക്കറിൽ ചൂടുവെള്ളം ഒഴിച്ച് അതിനകത്ത് ഇറക്കി വയ്ക്കുക. അപ്പം എന്തായാലും ഇഡ്ഡലി പൊങ്ങി വരും. ഇത് കാണുമ്പോൾ തന്നെ അറിയുന്നില്ലേ, നല്ല സോഫ്റ്റ് ആയിട്ടുള്ള ഇഡ്ഡലിയാണ് നമ്മൾക്ക് കിട്ടിയിട്ടുള്ളത്. ഈ ഒരളവിൽ 24 ഇഡ്ഡലി ആയിരിക്കും നമ്മൾക്ക് ഉണ്ടാക്കാൻ പറ്റുക. അപ്പം എല്ലാവർക്കും ഇന്നത്തെ വീഡിയോ ഇഷ്ടമായി എന്ന് വിചാരിക്കുന്നു. വീഡിയോ ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ നിങ്ങളുടെ ഫ്രണ്ട്സിനും റിലേറ്റീവ്സിനൊക്കെ ഷെയർ ചെയ്യാൻ മറക്കരുത്. സബ്സ്ക്രൈബ് കൂടെ ചെയ്യുക. അതിൻ്റെ സൈഡിലുള്ള ബെല്ലൈക്കണിൽ ഓൾ എന്നുള്ള ഓപ്ഷനും കൂടെ ക്ലിക്ക് ചെയ്യുക. അപ്പം നെക്സ്റ്റ് ടൈം ഞാൻ വീഡിയോ ഇടുമ്പോൾ പെട്ടെന്ന് തന്നെ നിങ്ങൾക്ക് നോട്ടിഫിക്കേഷൻ വരുന്നതായിരിക്കും. നിങ്ങളുടെ ഫീഡ്ബാക്സ് എല്ലാം കമൻസിലൂടെ അറിയിക്കാൻ മറക്കരുത്. നല്ലൊരു വീഡിയോ ആയിട്ട് വീണ്ടും കാണാം. താങ്ക്